നമുക്കിനി വളരെ എളുപ്പത്തിൽ കപ്പ പൊരിച്ചത് ഉണ്ടാക്കാം. സാധാരണ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ കടുകൊക്കെ പൊട്ടിയതിനു ശേഷം അതിലേക്ക് കൊച്ചുള്ളി അല്ലെങ്കിൽ സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുത്ത കപ്പ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കപ്പ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചിട്ട് നമുക്കിനി നേരെ പറമ്പിലോട്ട് പോവാം. ഇപ്പോൾ ഒന്നാമത് ചൂടായതുകൊണ്ട് 2 നേരം നനയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. ഈ കാണുന്ന തെങ്ങ് 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. കുറച്ച് ചാണകവെള്ളം കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഓരോന്നിനും ഒഴിച്ചു കൊടുക്കുകയാണ്. അവർ കുറേശ്ശെ മാറ്റം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിളിന്തുകൾ വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പറമ്പ് സ്വതവേ ഒരു തട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ തട്ടിലും പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, കുറേയധികം കിളികൾ വന്ന് കുടിക്കുന്ന ഒരു സമയമാണ്. ഈ കാണുന്നതാണ് കരിനൊച്ചി. വായ്പുണ്ണിന് ഇതിൻ്റെ ഇല ചവച്ച് നീരിറക്കി കഴിഞ്ഞാൽ വായ്പുണ്ണ് വേഗം മാറും കേട്ടോ. ഇത് നമ്മുടെ മുറിവിനൊക്കെ വരട്ടാൻ പറ്റിയ നല്ലൊരു മരുന്നാണ്. വേഗം മുറിവ് ഉണങ്ങുകയും ചെയ്യും കേട്ടോ. നീര് പിഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി.